ബാബു, വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗത്തിന്റെ ഇപ്പോൾ INL നേതാക്കൾ പോയി കാണുകയും അദ്ദേഹം പിന്നോക്കക്കാർക്ക് വേണ്ടി പ്രവർത്തിച്ച മഹാനായ നേതാവാണ് എന്നൊക്കെ അദ്ദേഹത്തെ വെള്ളപൂശി ശ്രമിക്കുകയും ചെയ്തു. ഓക്കെ, അദ്ദേഹം പറയുന്നത് സാമുദായിക താല്പര്യം വെച്ചാണ് എന്ന് പറയും. ആ ആംഗിൾ കാണും. അതിനെടുത്ത് പിടിച്ചുകൊണ്ട് മലപ്പുറത്ത് എന്താണ് ഈ പറയുന്ന നോമ്പ് കാലത്ത് പച്ചവെള്ളം കിട്ടില്ല എന്നൊക്കെ നിങ്ങളുടെ നേതാക്കൾ വന്ന് പച്ച നുണ ആവർത്തിക്കുന്നതിന് ലക്ഷ്യം എന്താണ് ശ്രീ ഉല്ലാസ് ബാബു? അല്ല, രണ്ട് കാര്യങ്ങളുണ്ടല്ലോ ശ്രീ ഹാഷിം ഭായി. അതിനകത്ത് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ വിഷയമായിക്കോട്ടെ, ബഹുമാനായിട്ടുള്ള മുൻ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ K സുരേന്ദ്രൻ പറഞ്ഞ വിഷയമായിക്കോട്ടെ, നമ്മളൊരു കാര്യം ചർച്ച ചെയ്യുന്ന സമയത്ത് അതിനകത്ത് വെള്ളാപ്പള്ളി നടേശൻ്റെ വിഷയം തന്നെ ആദ്യത്തെ എടുക്കുകയാണെങ്കിൽ അദ്ദേഹം ആ കമ്മ്യൂണിറ്റിയെ പരിപൂർണമായിട്ട് അഡ്രസ്സ് ചെയ്യാനായിട്ടുള്ള യോഗ്യതയുള്ള ആളുമാണ്, അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുമാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ സമൂഹം പാർശ്വവൽക്കരിക്കപ്പെടുന്നു, അദ്ദേഹത്തിൻ്റെ സമൂഹത്തിന് അവിടെ പ്രയാസങ്ങൾ നേരിടുന്നു എന്നുള്ളത് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് അത് സംസാരിക്കാനുള്ള അവകാശമില്ലേ? ന്യൂനപക്ഷങ്ങൾ പല സ്ഥലങ്ങളിലും പ്രയാസങ്ങൾ അനുഭവിക്കുന്നു, പല പ്രതിസന്ധികൾ അനുഭവിക്കുന്നു എന്ന് പറയാൻ ന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശം പോലെ തന്നെ വെള്ളാപ്പള്ളി നടേശനും അദ്ദേഹത്തിൻ്റെ ആളുകൾ അല്ലെങ്കിൽ അദ്ദേഹം നേതൃത്വം നൽകുന്ന ആ വിഭാഗത്തിന് പ്രയാസം അനുഭവിക്കുന്നു എന്ന് പറയാനുള്ള പരിപൂർണമായിട്ടുള്ള അവകാശം വെള്ളാപ്പള്ളി നടേശനുമുണ്ട്. സ്വാഭാവികമായിട്ട് അദ്ദേഹം മൊത്തം കേരളത്തിൻ്റെ SNDPയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ഇഴവ സമൂഹം മലബാർ ഏരിയകളിൽ ഇഴവ സമൂഹം കുറച്ച് വർഷങ്ങളായിട്ട് അനുഭവിക്കുന്നതും അതിൻ്റെ പ്രയാസങ്ങളും അവരുടെ വളർച്ചാ പ്രശ്നങ്ങളും സ്വാഭാവികമായിട്ട് ബിസിനസ് പരമായിക്കോട്ടെ, സാമ്പത്തികപരമായിക്കോട്ടെ, വിദ്യാഭ്യാസപരമായിക്കോട്ടെ, മറ്റു മേഖലകളിൽ അവർ പുറകോട്ട് പോകുന്ന ഒരു നിലപാടുകൾ കൃത്യമായിട്ട് അദ്ദേഹം പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അദ്ദേഹം അത് പഠിക്കാതെ വിഷയത്തെക്കുറിച്ച് അഡ്രസ്സ് ചെയ്യില്ല. അതിനെ ഒരു ഹിന്ദു വേഴ്സസ് മുസ്ലിം എന്ന് പറയപ്പെടുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ അതിനെ നറേറ്റീവ് സൃഷ്ടിക്കപ്പെടേണ്ടതില്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. കാരണം എന്താ വെച്ചാൽ ഒരു മേഖലയിൽ ഞാൻ പറയുന്നത് താങ്കൾ പറയുന്നത് രണ്ടാണ്. ഉല്ലാസ് ബാബു, താങ്കൾ പറയുന്നത് ഇപ്പോ അവർ കിട്ടുന്നില്ല എന്ന് SNDPക്ക് പ്രശ്നമുണ്ട്, NSSന് പ്രശ്നമുണ്ട്, MESന് പ്രശ്നമുണ്ട്, മുസ്ലിം സംഘടനകൾക്ക് പ്രശ്നമുണ്ട്, ക്രൈസ്തവ സംഘടനകൾക്ക് പ്രശ്നം, എല്ലാവർക്കും ഉണ്ട്. ഏത് സമുദായ സംഘടനകൾക്കാണ് ഞങ്ങൾക്കെല്ലാം കിട്ടി, ഞങ്ങൾ തികഞ്ഞു എന്ന് തൃപ്തിയോടെ പറയാൻ കഴിയും? അങ്ങനെ തൃപ്തിയോടെ പറയാൻ പാടില്ല. കാര്യം കൂടുതൽ കിട്ടുക എന്നുള്ളതാണല്ലോ എല്ലാ നേതൃത്വ നിലപാട്. പക്ഷേ ഇവിടെ അതല്ലല്ലോ. ഇവിടെ തികച്ചും വർഗീയമായി അതൊരു പ്രത്യേക വിഭാഗത്തിന്റെ രാജ്യമാണ്. അവിടെ ആർക്കും ഒന്ന് നിലപാട് അഭിപ്രായം പറയാൻ കഴിയാത്ത ഒരു പ്രത്യേക ആൾക്കാരുടെ സംസ്ഥാനമാണ് എന്നൊക്കെ പറയുന്ന രാജ്യവിരുദ്ധ പ്രസ്താവനയെ BJP പോസിറ്റീവാണെന്ന് പറയുന്നത് എന്താണ്? അത് പറയുന്ന ഒരു കേന്ദ്രമന്ത്രി പറയുക, അത് സെഡീഷൻ അല്ലേ? രാജ്യവിരുദ്ധ പ്രസ്താവനയല്ലേ നടത്തിയത്? നമ്മുടെ രാജ്യത്തുള്ള ഒരു സംസ്ഥാനം മറ്റൊരു രാജ്യമാണ് എന്ന് പറയുന്നതിന് ഒരു കേന്ദ്രമന്ത്രി അത് പോസിറ്റീവാണെന്ന് പറയുക വഴി അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞാ ലംഘനം നടത്തുകയല്ലേ ഉല്ലാസ് ബാബു? ചെയ്യാവോ അത്? ഇല്ല ഹാഷിം ഭായ്, അതിനെ ആ വക തലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിൽ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നോക്കൂ, വെള്ളാപ്പള്ളി നടേശൻ അഡ്രസ്സ് ചെയ്ത കാര്യങ്ങൾ ഒരു പരിധിവരെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ സംസാരിക്കേണ്ട ഉത്തരവാദിത്തം അദ്ദേഹത്തിനുണ്ട് സർ. അദ്ദേഹം അത് കൃത്യമായിട്ട് തന്നെ അഡ്രസ്സ് ചെയ്തേണ്ട ബാധ്യതയും അദ്ദേഹത്തിനുണ്ട്. അത് മാനവീയം ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ സുപ്രീം കോടതിയിൽ പോയിട്ടുള്ള കേസ് അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് വ്യക്തമായ ബോധ്യമുണ്ട്. ബഹുമാനായിട്ടുള്ള ഇന്നത്തെ UDFൻ്റെ രാജ്യസഭ MP ആയിട്ടുള്ള ശ്രീ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ നേതൃത്വത്തിൽ എന്തിനാണ് സുപ്രീം കോടതിയിൽ കേസിന് പോയിട്ടുള്ളത്? സുപ്രീം കോടതിയിൽ കേസിന് പോയിട്ടുള്ള വിഷയം റിസർവേഷനുമായി ബന്ധപ്പെട്ട വിഷയം. മാനവീയ പ്രശ്നം എന്താണ്? ഞാൻ ആ ട്രസ്റ്റ് ഹാഷിം ഭായ്, ആ ട്രസ്റ്റിന്റെ ഹാഷ്മി ഭായി, ആ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ പോയിട്ടുള്ള കേസിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ആ കേസിൽ റിസർവേഷനുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള ഒരു കേസിൽ ആ സുപ്രീം കോടതിയിൽ ഇന്ന് പോയിരിക്കുന്ന കേസ് ഇപ്പോൾ അവരെന്തിനാണ് അവിടെ വാദിക്കുന്നത്? അത് പരിപൂർണമായിട്ട് ഇഴവന് ബാധിക്കപ്പെടുന്നു എന്നുള്ളത് കൃത്യമായിട്ടുള്ള ബോധ്യം വെള്ളാപ്പള്ളി നടേശനുണ്ട്. ഒപ്പം തന്നെ കൃത്യമായിട്ട് ഞാൻ പറയാം, ഇഴവ സമൂഹം പറയൂ എവിടെയാണ് ഞാൻ ഒന്നാമത് മാനവീയം ട്രസ്റ്റും ഹാരിസ് ബീർ തമ്മിൽ ബന്ധം എന്താണ്? മാനവീയം ട്രസ്റ്റും ഹാരിസ് ബീർ തമ്മിൽ ബന്ധം എന്താണ്? മാനവീയം ട്രസ്റ്റും ഹാരിസ് ബീർ തമ്മിൽ ബന്ധം എന്താണ് സുല്ലാസ് ബാബു? ആസ് എൻ അഡ്വക്കേറ്റ് അദ്ദേഹമാണ് അത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതാണ് ഞാൻ കൃത്യമായി പറഞ്ഞു തന്നത്. അത് ആ കേസിൻ്റെ പോക്ക് എവിടെ നിന്നായിരുന്നു എന്ന് നിങ്ങൾ നോക്കണം. അത് 92 മുതലുള്ള ഇങ്ങോട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എടുക്കണം. അവിടെ നിരവധി കമ്മീഷനുകൾ ഇവിടെ ഉണ്ടായി. ആ കമ്മീഷനുകളിൽ പാലോളി കമ്മീഷൻ്റെ സജഷൻസുകൾ പരിപൂർണമായിട്ട് ആ റെക്കമെൻഡേഷൻസിൽ കൂടുതൽ പരിഗണന കിട്ടും. കോശി കമ്മീഷനടക്കം ഹരിഹരൻ നായർ കമ്മീഷനടക്കം അടിയിൽ പോയി. അതാരും പുറത്തു വന്നില്ല. നമ്മളാരും അതിന് വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ പുറകിലുള്ള കൃത്യമായിട്ട് നോക്കുന്ന സമയത്ത് വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിന്റെ പെർസ്പെക്റ്റീവിൽ ചിന്തിക്കുന്ന സമയത്തും ഒന്നുകിൽ താങ്കൾ കാര്യമറിയാതെ സംസാരിക്കുകയാണ്, അല്ലെങ്കിൽ താങ്കൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ താങ്കൾ വ്യാജം പറയുകയാണ്. ഞാൻ കൃത്യമായി പറഞ്ഞുതരാം. സംഭവം ഞാൻ പറഞ്ഞുതരാം. ഒരിക്കലുമല്ല. ഞാൻ പറഞ്ഞുതരാം.
ഹാരിസ് ബീരാനും ഈ കേസ് ബന്ധം എന്താണ്? ഹാരിസ് ബീരാന്റെ പിതാവിന്റെ ഒരു സംഘടന ഈ പറയുന്ന രീതിയിൽ സംവരണ പട്ടിക പുതുക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരള ഹൈക്കോടതിയിലേക്ക് പോകുന്നു. സംവരണ പട്ടിക പുതുക്കണം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ മാത്രമല്ല, OBC-യുടെ മുഴുവൻ സംവരണ പട്ടിക പുതുക്കണം. ഒരൊറ്റ ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. സംവരണ പട്ടിക കാലാനുസൃതമായി പുതുക്കണം എന്നുള്ള ചട്ടം പാലിക്കപ്പെടുന്നില്ല എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹാരിസ് ബീരാന്റെ പിതാവ് ഹൈക്കോടതിയിലേക്ക് പോകുന്നു. ആ ഹർജിയിൽ കക്ഷി ചെയ്യുന്ന ഒരു ട്രസ്റ്റാണ് മാനവീയം ട്രസ്റ്റ്. മാനവീയം ട്രസ്റ്റ് ഏതെങ്കിലും മുസ്ലിം സംഘടന ട്രസ്റ്റാണോ? മാനവീയം ട്രസ്റ്റ് ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ പറഞ്ഞോട്ടെ. മാനവീയം ട്രസ്റ്റ് എന്ന് പറയുന്നത് ഏതെങ്കിലും മുസ്ലിം സംഘടന ട്രസ്റ്റ് അല്ല. മാനവീയം ട്രസ്റ്റ് എന്ന് പറയുന്നത് മറ്റ് OBC, മുസ്ലിം ഇതര മറ്റ് OBC-കളുണ്ട്. പട്ടികജാതി പട്ടികവർഗ അടക്കമുള്ള മറ്റ് വണിക വൈശ്യ സംഘം അടക്കമുള്ള മറ്റ് OBC വിഭാഗങ്ങളുണ്ട്. ആ മറ്റ് OBC വിഭാഗങ്ങൾക്ക് ഈ പറയുന്ന നായർ, ഈഴവ മൈനസ് ഹിന്ദു വിഭാഗത്തിലുള്ള ഈ പറയുന്ന ബാക്കി വിഭാഗങ്ങൾക്ക് വളരെ ഗണ്യമായ തോതിൽ ഈ പറയുന്ന രീതി എല്ലാ പട്ടികയിലും അവരുടെ പിന്നോക്കാവസ്ഥയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ഇതര ട്രസ്റ്റാണ് മാനവീയം ട്രസ്റ്റ്. ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അവർ സുപ്രീം കോടതിയിലേക്ക് പോയി. കോടതി അനുകൂലമായി അതിന് വിധി പറഞ്ഞു. കേന്ദ്ര സർക്കാർ അപ്പീൽ സുപ്രീം കോടതിയിലോട്ട് പോയി. സുപ്രീം കോടതി ഇത് കാലാനുസൃതം പരിഷ്കരിക്കാൻ 1 വർഷം സമയം കൊടുത്തു. 1 വർഷമായിട്ട് ഒന്നും ഉണ്ടായില്ല. കണ്ടന്റ് ഓഫ് കോർട്ട് പോയി. അത് ഈ പറഞ്ഞ മാനവീയം ട്രസ്റ്റ് എന്ന് പറയുന്ന സംഘടനയും ഹാരിസ് ബീരാന്റെ പിതാവിന്റെ സംഘടനയും കൂടി ചേർന്നാണ് പോകുന്നത്. കണ്ടന്റ് ഓഫ് കോർട്ടിൽ കേന്ദ്ര സർക്കാർ നോട്ടീസ് അയച്ചു ചീഫ് സെക്രട്ടറിക്ക്. ഒരു മാനവീയം ട്രസ്റ്റ് ഏതെങ്കിലും മുസ്ലിങ്ങളുടെ തലയിൽ അല്ലെ ഹാരിസ് ബീരാന്റെ തലയിൽ വെക്കല്ലേ? ഉല്ലാസ് ബാബു തെറ്റിദ്ധരിപ്പിക്കലാണ്. ഒരിക്കലും തെറ്റിദ്ധരിപ്പിക്കപ്പെടല്ല. ഹാഷ്മി ഭായി ഒരു കാര്യം മനസ്സിലാക്കണം. അതിൻ്റെ പുറകിലുള്ള ഉദ്ദേശവും ദുരുദ്ദേശവും എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് അത് കൃത്യമായിട്ട് തന്നെയാണ്. ജനസംഖ്യ അടിസ്ഥാനത്തിൽ അതിൻ്റെ 10 വർഷം കൂടുമ്പോൾ വരുന്ന മാറ്റങ്ങൾക്ക് അതല്ലെങ്കിൽ അനുസരിച്ച് പെർസെൻറ്റേജ് നിശ്ചയിക്കപ്പെടണമെന്ന് പറയപ്പെടുമ്പോൾ അതിൽ പ്രയാസം അനുഭവിക്കേണ്ടി വരിക എന്നുള്ളത് കൃത്യമായിട്ട് ഈ സമൂഹമാണെന്നുള്ള ബോധ്യമുണ്ടെന്ന് ഞാൻ OBC വിഭാഗത്തിൻ്റെ കൺസോർഷ്യവും OBC വിഭാഗത്തിൻ്റെ കൂട്ടായ്മയും അതിൻ്റെ പ്രയാസങ്ങളും ഒക്കെ കോർഡിനേറ്റ് ചെയ്യുന്ന പ്രവർത്തിക്കുന്ന അതൊരു മുസ്ലിം കോസ് അല്ല. അത് അറിയാത്ത ഒരാളാണെന്ന് എന്നെ അതൊരു മുസ്ലിം കോസ് അല്ല. വെള്ളാപ്പള്ളി പറയുന്നത് ഘടകമില്ല. ഞാൻ പറയാം ഈ പറയുന്ന ദുരുദ്വേഷമാണ് ഞാൻ പറയുന്നത്. എന്താ ദുരുദ്വേഷം? ഞാൻ പറഞ്ഞുതരാം. ഉല്ലാസ് ബാബു, ഞാൻ പറഞ്ഞുതരാം. ഈ കേസ് പഠിച്ച ആളാണ് ഞാൻ. ഈ കേസ് അങ്ങ് സിമ്പിൾ തെറ്റിദ്ധരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഈ സുപ്രീം കോടതിയിൽ ഈ മാനവീയം ട്രസ്റ്റും ഈ പറഞ്ഞ സംഘടനയും സമർപ്പിച്ച രേഖകളിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അവതരിപ്പിച്ച ഒരു കണക്ക് വെക്കുന്നുണ്ട്. ആ കണക്കിൽ പറയുന്നത് എന്താണ്? കേരളത്തിലെ ക്രിസ്ത്യൻ വിഭാഗം 18.3%, അവർക്ക് സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശതമാനം 20.6%, ആനുപാതികമായ കൂടുതൽ +11%. കേരളത്തിലെ മുസ്ലിം വിഭാഗം 26.9%, സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശതമാനം 11.4%, ആനുപാതികമായ കുറവ് -136%. നായർ വിഭാഗം കേരളത്തിൽ 12.5%, സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശതമാനം 21%, ആനുപാതികമായ കുറവ് കൂടുതൽ +40.5%. ഈഴവർ 22.2%, സർക്കാർ ഉദ്യോഗസ്ഥ ശതമാനം 22.7%, കൂടുതൽ 0.2%. പട്ടികജാതി 9%, സർക്കാർ ഉദ്യോഗസ്ഥ ശതമാനം 7.6%, കുറവ് -22.6%. പട്ടികവർഗം 1.2%, 0.8 ഉള്ളൂ സർക്കാർ ഉദ്യോഗസ്ഥ ശതമാനം, -49.5% പട്ടികവർഗത്തിന്റെ കണക്ക്. ഇതടക്കം പരിഹരിക്കണമെന്നാണ് സാർ ഈ ഹർജിയിലെ ആവശ്യം. ആ പട്ടികവർഗം ഒന്നും കിട്ടണമെന്ന് താങ്കൾ പറയുമോ? പട്ടികജാതിക്കും പട്ടികവർഗത്തിനും ഹിന്ദു വിഭാഗത്തിനും നായർ ഈഴ വിഭാഗത്തിൽ അല്ലാത്ത ബാക്കി പാവങ്ങളുണ്ടല്ലോ, അവർക്കൊന്നും വേണ്ട എന്ന് താങ്കൾ പറയുമോ? ഹാഷ്മി ഭായിനെ അങ്ങനെ കൊണ്ടുപോകേണ്ട. ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ ഉദ്ദേശവുമുണ്ട് ദുരുദ്ദേശവുമുണ്ട് എന്നുള്ളത്. ദുരുദ്ദേശം എന്ന് പറയപ്പെടുന്നത് ഈഴവ സമൂഹത്തിന് അർഹമായിട്ടുള്ള കാര്യങ്ങൾ അത് ജനസംഖ്യ അടിസ്ഥാനത്തിൽ. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ റിസർവേഷൻ സംവിധാനത്തിൽ നിന്ന് ഒരു കാരണവശാലും മുസ്ലിം വിഭാഗം ഒരു മതം എന്ന രീതിയിൽ റിസർവേഷൻ സംവിധാനത്തിൽ വരാൻ പാടില്ലാത്തതാണ്. OBC എന്ന് പറയപ്പെടുന്ന അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി പറയപ്പെടുന്ന സംവിധാനത്തിലോ അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്ത് വിഭാഗത്തിലൊന്നും ഇത് വരാൻ പാടില്ലാത്തതാണെന്ന് അല്ല ഞാൻ പറഞ്ഞു വരാം. പട്ടികവർഗം അടക്കം നായർ ഈഴവ മൈനസ് ഹിന്ദു വിഭാഗത്തിലെ ബാക്കി വിഭാഗങ്ങൾക്ക് ഈ പറഞ്ഞ ജനസംഖ്യാനുപാതികമായി ഒരു ചുക്കും കിട്ടിയിട്ടില്ല. വല്ലാത്ത വിടവാണ്, വല്ലാത്ത ഗ്യാപ്പാണ് എന്നാണ് ഈ മാനവീയ ട്രസ്റ്റ് സുപ്രീം കോടതി വാദിക്കുന്നത്. 100%
ഹാഷ്മി ഭായി ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, അഭിനയം വിവിധ എന്താ ഉദ്ദേശം? മേഖലകളിൽപ്പെട്ടത് അതിനിപ്പോ ലാറ്റിൻ എന്താ ദുരുദ്ദേശം? നാടാരായിക്കോട്ടെ ഉദ്ദേശമല്ലേ? ഇത്യാദി 1% നാടാർക്ക് കിട്ടുന്നതും 4% ലാറ്റിനക്ക് കിട്ടുന്നതും 500 കിട്ടുന്നതും 700 കിട്ടുന്നതും ഒക്കെമായിട്ടുള്ള പ്രശ്നങ്ങൾ നിരവധി വേറെയുണ്ടെന്നേ. ആ കമ്മ്യൂണിറ്റി അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ആ വിഭാഗം അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ഇതൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ അതിനകത്ത് രാഷ്ട്രീയപരമായിട്ടുള്ള സ്വാധീനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, പ്രഷർ പ്രാക്ടിക്സ് ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായിട്ട് വിഭാഗങ്ങളുടെ ഗുണം കൂടുതൽ എടുക്കുന്ന ഒരു ശൈലി കൃത്യമായി ഉണ്ട് സർ. അത് നിങ്ങൾക്കത് കാണാൻ സാധിക്കില്ല, അതിനകത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങൾക്കത് കാണാൻ സാധിക്കുമെന്നുള്ളത് കൊണ്ടാണ്. ബഹുമാനായിട്ടുള്ള വെള്ളാപ്പള്ളി നടേശന് അത് കൃത്യമായി കാണാൻ സാധിക്കുന്നത് കൊണ്ടാണ് ഇഴവ കമ്മ്യൂണിറ്റിയുടെ കാര്യം പറയേണ്ട വ്യക്തി എന്ന രീതിയിൽ തന്നെ അദ്ദേഹത്തിന്റെ സമൂഹം പാർശ്വവൽക്കരിക്കപ്പെടുന്നു, പ്രയാസം അനുഭവിക്കുന്നു എന്നുള്ള കൃത്യമായിട്ടുള്ള കാര്യം. ഇനി ഞാൻ ചോദിച്ചിട്ട് ബാക്കിലോട്ട് ഞാൻ ചോദിക്കട്ടെ, സംസ്ഥാന നിയമനത്തിൽ അല്ലാതെ ഈ രാജ്യത്തെ ഹിന്ദു വിഭാഗങ്ങളിൽപ്പെട്ട മറ്റാൾക്കാരുണ്ട്, അവർക്ക് കിട്ടാനുള്ളത് കിട്ടണം എന്നാവശ്യപ്പെടുന്ന ദുരുദ്ദേശമാവോ, രാഷ്ട്രീയ ആവശ്യമാവോ? അതെങ്ങനെയാണ് കിട്ടുക? ഹിന്ദുക്കളിൽ നായർ മാത്രമല്ലല്ലോ സാറേ, ആണോ? ബാക്കിയുള്ളവർക്ക് കിട്ടാനുള്ളത് കിട്ടണം എന്നാവശ്യപ്പെടുന്ന ദുരുദ്ദേശമാവോ? വേണമെന്നുള്ള ദുരുദ്ദേശം അതിനകത്തുണ്ട് കാശ്മീർ. അതിൽ കൃത്യമായിട്ട് ഒരു വിഭാഗത്തിന് അനുവാദികമായിട്ടുള്ള ദുരുദ്ദേശം അതിനകത്തിന്റെ പട്ടികജാതിയിൽ അതോട് വിട്. പട്ടികജാതി പട്ടിക വിഭാഗത്തിന്റെ പ്രശ്നമല്ല സാർ. എല്ലാവരെയും കൂട്ടുപിടിച്ചു എന്ന വ്യാജേന ഗുണങ്ങൾ അതാണ് കൃത്യമായിട്ട് വെള്ളാപ്പള്ളി നടേശൻ അഡ്രസ് ചെയ്തത്. അത് അതുകൊണ്ട് മാനവീയ ട്രസ്റ്റിന്റെ കഥ ഇനി എവിടെയും പറയല്ലേ? ശരി, അതുകൊണ്ട് മാനവീയ ട്രസ്റ്റിന്റെ വ്യാജം ഇനി എവിടെയും പറയല്ലേ? അതുകൊണ്ട് മാനവീയ ട്രസ്റ്റിന്റെ വ്യാജം ഉല്ലാസ് ബാബു ഇനി എവിടെയും പറയല്ലേ? അത് വ്യാജമാണ്, അർദ്ധസത്യമാണ്. അത് വ്യാജമാണ്, അർദ്ധസത്യമാണ്. മാനവീയ ട്രസ്റ്റ് ലീഗിന്റെയോ ഹാരിസ് പീരാന്റെയോ സ്ഥാപനമല്ല. അവിടെ തന്നെ വിളിച്ചു പറയാനുള്ള ആർജവം വെള്ളാപ്പള്ളി നടേശൻ കാണിച്ചു എന്നല്ലേ നമ്മൾ അതിനെ കാണേണ്ടത്. അദ്ദേഹത്തിന് കിട്ടേണ്ട അതുകൊണ്ട് മാനവീയ ട്രസ്റ്റിന്റെ വ്യാജം ഇനി എവിടെയും പോയി ഇറക്കല്ലേ? തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു. മാനവീയ ട്രസ്റ്റ് ഹാരിസ് പീരാന്റെ അല്ല, മുസ്ലിം ലീഗിന്റെ അല്ല, ഏതെങ്കിലും മുസ്ലിം സംഘടന ട്രസ്റ്റ് അല്ല മാനവീയ ട്രസ്റ്റ്. പഠിക്കുന്ന സമയത്ത് അതിന്റെ ഇനി ഇറക്കരുത്, അത് വ്യാജ തെറ്റിദ്ധരിപ്പിക്കല്ലേ? ദുരുദ്ദേശം എന്ന് പറയപ്പെടുന്ന ഒരു വിഭാഗത്തിലേക്ക് മാത്രം പേപ്പറടക്കം ഞാൻ അയച്ചു തരാം, അങ്ങേക്ക് പേപ്പറടക്കം ഞാൻ അയച്ചു തരാം. പട്ടികജാതി പട്ടികവർഗത്തിനടക്കം നായർ ഈഴവരല്ലാത്ത ബാക്കി ആ ഹിന്ദു സമുദായത്തിലെ ഈ പറഞ്ഞ സമുദായങ്ങൾക്കുള്ള ആനുപാതികത്തിന്റെ വിടവ്, വലിയ ഗ്യാപ്പ് ഞാൻ അങ്ങ് അയച്ചു തരാം. അങ്ങ് അത് നോക്കിയതിനു ശേഷം പറയൂ ഉദ്ദേശം ദുരുദ്ദേശമാണോ. ഞാൻ